ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഫോറസ്റ്റ് പാക്ക് വെച്ച് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഷ്രബ്സും ഹെഡ്ജസൊക്കെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സീൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു സീനാണ്. അപ്പോൾ നമുക്കതിലെങ്ങനെ ഫോറസ്റ്റ് പാക്ക് വെച്ച് ഒരു ഹെഡ്ജസൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു വാൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഞാൻ ഇപ്പോൾ പിൻട്രസ്റ്റിലൊരു ഇമേജസ് കാണിച്ചു തരാം. അപ്പോൾ ആ ബാക്കിലുള്ള ആ ഒരു ഇമേജിൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാവും അവിടെയുള്ളൊരു ഹെഡ്ജസും ഷ്രബ്സും ഒക്കെ. അപ്പോൾ അതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഫോറസ്റ്റ് പാക്ക് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി എന്താ ചെയ്യുക, 3D മോഡൽസ് കൊണ്ട് ഇറക്കി നമ്മുടെ സിസ്റ്റം മൊത്തം ഹാങ് ആക്കി വയ്ക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഫോറസ്റ്റ് പാക്ക് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സിമ്പിൾ പരിപാടിയാണത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബോക്സ് വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ബോക്സ് ആ ഒരു സീനിൻ്റെ ബാക്കിലായിട്ട് ഒരു വോള് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബോക്സിനെ എഡിറ്റബിൾ പോളി ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബോക്സിന് എഡിറ്റബിൾ പോളിയാക്കാം, അല്ലെങ്കിൽ എഡിറ്റ് പോളി മോഡിഫയർ കൊടുത്താലും മതി. തൽക്കാലം ഞാനിപ്പോൾ ഇതിന് എഡിറ്റബിൾ പോളിയാണ് ആക്കുന്നത്. ഓക്കെ, അതിനുശേഷം അതിന് UVW മാപ്പ് കൊടുക്കുകയാണ്. UVW മാപ്പ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബോക്സ് സെലക്ട് ചെയ്ത് റിയൽ വേൾഡ് ഓൺ ആക്കണം. ഈ സ്റ്റെപ്പ് മസ്റ്റാണ് കേട്ടോ, ഇത് കൊടുത്തിരിക്കണം. എഡിറ്റബിൾ പോളി കൊടുക്കണം, UVW മാപ്പ് കൊടുത്ത് ഇതിന് റിയൽ വേൾഡ് കൊടുക്കണം. അതിനുശേഷം ഫോറസ്റ്റ് പാക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു ലൈബ്രറി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കട്ട് ഹെഡ്ജസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ നിന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. തൽക്കാലത്തേക്ക് ഞാനൊരു മോഡൽ സെലക്ട് ചെയ്തിട്ട് അത് ലോഡ് ചെയ്യാം. അതിനുശേഷം ആ ബോക്സിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോക്സ് ഫുള്ള് ആ ഒരു ഹെഡ്ജസ് മൊത്തം അതിൽ വരും അല്ലേ. നമുക്കതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തൽക്കാലം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വാൻറ്റേജിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സീനിൽ വേറെ സണ്ണ് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. വേറെ സണ്ണും സ്കൈയും വെച്ചിട്ട് ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വാൻറ്റേജിൽ ഓപ്പൺ ചെയ്യാം. വാൻറ്റേജിൽ ലോഡാവുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്പോഷറൊക്കെ ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വെളിച്ചൊക്കെ ഭയങ്കര ബേണായിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ മുൻപുള്ള വീഡിയോയിൽ ഇതേപോലെ ചെയ്തിരുന്നു, അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ലൈറ്റിങ് കൊടുക്കണം. അതൊക്കെ അപ്പോൾ ഞാനിവിടെ ഒരു സൂം ചെയ്ത് നോക്കുമ്പോൾ ലീഫിലൊക്കെ കുറച്ച് ഒപ്പാസിറ്റി ഓൺ ആയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ അഡ്വാൻസ്ഡിൽ പോയിട്ട് ഒപ്പാസിറ്റി ഓൺ ആക്കണം കേട്ടോ. അതെപ്പോഴും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വാൻറ്റേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം. അതിനുശേഷം അതിൻ്റെ സീൻ നമ്മളൊന്ന് സേവ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ആ ഒരു KS വാൻറ്റേജിൻ്റെ കോൺഫിഗറേഷൻ ഫയലൊന്ന് സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് എന്ത് ചെയ്യുക, പിന്നെ വാൻറ്റേജിനെ ചെറുതാക്കി സൈഡിൽ വെക്കുന്നുണ്ട് കേട്ടോ, റിയൽ ടൈം അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട്. വാൻറ്റേജിനെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ടോപ്പിലൊന്ന് കിടക്കും. ഓക്കെ, ആ വാൻറ്റേജിൻ്റെ വെർട്ടിക്കലായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്യാമറ റെസൊല്യൂഷനൊന്ന് 1 ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഞാനിവിടെ ഈ ഒരു ലൈബ്രറി ഫോറസ്റ്റ് പാക്കിൻ്റെ ലൈബ്രറി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ അതിൻ്റെ സൈസ് നമുക്കൊന്ന് കുറയ്ക്കാം. അപ്പോൾ നമ്മൾ ആ ജോമെട്രി എന്നൊരു ഹെഡിങ്ങിൽ താഴെ പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ സ്കെയിൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഗ്ലോബൽ സ്കെയിലിൽ പോയിട്ട് അതിൻ്റെ എത്ര 100 ആയിരുന്നു കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ 100 ഞാൻ 50 ആക്കാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചെറുതാവും, ഒന്നുകൂടി അതിൻ്റെ പകുതിയാവും. അപ്പോൾ കുറേ ഗ്യാപ്പ് കാണാമല്ലേ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ പോയിട്ട് അവിടെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ യൂണിറ്റ് കൂടുന്തോറും അത് ഗ്യാപ്പ് കൂടി വരും. അതിൻ്റെ അപ്പോൾ നമ്മൾ യൂണിറ്റ് കുറയ്ക്കണം. ഞാനൊരു 600 700 അല്ലെങ്കിൽ
കണ്ടുള്ളൂ. എത്ര വെച്ചാൽ അത് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റിയൽ ടൈം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാൻറ്റേജിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് അപ്പോൾ നമുക്കവിടെ കാണാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വാല്യൂ കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത്രയും കുറച്ചിട്ടും ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ബാക്ക് ചിലപ്പോൾ അത് സീനിന് കാണുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫോറസ്റ്റ് ബാക്കിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കും. നമ്മളൊരു എത്ര പേഴ്സൻറ്റേജ് കുറച്ചുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് 30 ഗ്ലോബൽ സ്കെയിൽ 30 കൊടുക്കും. നമുക്കൊരു 50% കൊടുക്കാം. 50 കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അതിങ്ങനെ തിക്കായിട്ട് നിന്നോളും അല്ലേ. ഓക്കെ, ഇപ്പോൾ അതോടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡിസ്പ്ലേ എന്ന ഹെഡിങ്ങിൽ പോയി ആ പ്രോക്സി പിരമിഡായിട്ടാണ് കാണുന്നത്. നമുക്കത് തിൻ ബോക്സ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ബോക്സ് ഉണ്ടല്ലോ നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനതൊരു ഇവിടെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിൻ ബോക്സ് കൊടുത്തത്. ഇനി അതിനെ എന്ത് ചെയ്താൽ നമ്മൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് റെൻഡറബിൾ അൺടിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോക്സ് ഹൈഡ് ആവും. അത് നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് അത് ആ ബോക്സ് റെൻഡർ ആവില്ല. നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റ് ഇത് മാത്രമേ റെൻഡർ ആവുള്ളൂ, ഫോറസ്റ്റ് ബാക്ക് മാത്രമേ റെൻഡർ ആവുള്ളൂ. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് റെൻഡറബിൾ അൺടിക്ക് ചെയ്തത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഞാൻ കുറച്ച് സാമ്പിൾസ് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു സ്പിയർ വരയ്ക്കുകയാണ്. ആ ഒരു സ്പിയർ വരച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സ്പിയറിനും ഇതേപോലെ നമുക്ക് ഷ്രബ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എഡിറ്റബിൾ പോളിയാക്കണം അല്ലേ. ഫോറസ്റ്റ് ബാക്ക് അപ്ലൈ ചെയ്യും മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളതിനെ എഡിറ്റബിൾ പോളിയാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു സ്പിയറിന് എന്ത് ചെയ്യണം, എഡിറ്റബിൾ പോളി വേണമെങ്കിൽ എഡിറ്റബിൾ പോളി മോഡിഫയർ കൊടുക്കാം. എന്നിട്ട് UVW മാപ്പ് ആഡ് ചെയ്യുക, ബോക്സ് കൊടുത്തിട്ട് റിയൽ വേൾഡ് ഓൺ ആക്കിയിടുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോറസ്റ്റ് ബാക്ക് ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ വരില്ല. അപ്പോൾ നല്ല സൈസിലായിരിക്കും വന്നിട്ടുണ്ടാവും. അതിൽ കുറച്ചും കൂടി സൈസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു സൈസ് നമുക്കൊന്ന് കുറയ്ക്കണം അല്ലേ. കുറയ്ക്കാനായിട്ട് ഫോറസ്റ്റ് ബാക്ക് സെലക്ട് ചെയ്തിട്ട് മോഡിഫയറിൽ പോവുക. എന്ത് ചെയ്യുക, അതിൻ്റെ ഗ്ലോബൽ സ്കെയിലിൽ പോയിട്ട് അതിൻ്റെ ഒരു വാല്യൂ ഒരു 50 കൊടുക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറച്ച് കൊടുക്കുക. 30 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറുതാവും കേട്ടോ. എന്നിട്ട് അതിനെ ഡിസ്ട്രിബ്യൂഷനിൽ പോയതിന് ശേഷം നമ്മൾ ആ ഒരു അതിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി. ഡിസ്ട്രിബ്യൂഷനിൽ യൂണിറ്റ് ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് ഫുള്ളായിട്ട് തിക്കായിട്ട് നിൽക്കും. ഓക്കെ, ഇനി സ്കെയിലിൽ പോവുക. നമ്മുടെ ഗ്ലോബൽ സ്കെയിലിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സൈസ് ചെറുതായിട്ട് കൂട്ടി കൊടുക്കുക നമുക്ക്. അപ്പോൾ നമ്മുടെ ആ ഹെഡ്ജസ് ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. സിമ്പിളല്ല ഇങ്ങനെ ചെയ്യുന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീൻ ഹാങ് ആവില്ല. ഫോറസ്റ്റ് ബാക്ക് വെച്ച് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. മറ്റേത് നമ്മൾ ഈ 3D മോഡൽസൊക്കെ വാരിപ്പറക്കിയിട്ട് സിസ്റ്റം ഹാങ് ആയിട്ട് അങ്ങനെ നിൽക്കും. സിസ്റ്റത്തിന് ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിലാവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ റെൻഡറബിളൊക്കെ ഞാൻ അൺടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ക്ലോൺ കൊടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ക്ലോൺ കൊടുത്തിട്ട് നമ്പർ കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ എക്സോ വൈയോ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പീസ് വരും. ആ കോപ്പീസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് അതിലും ഈ പറഞ്ഞ പോലെ ആ ഒരു ഫോറസ്റ്റ് ബാക്ക് അതിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നീട് വേറെ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല ഞാൻ ഉദ്ദേശിച്ചത്. വേറെ സ്പിയർ വരച്ച് എഡിറ്റബിൾ പോളി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് വരച്ച് എഡിറ്റബിൾ ഇതുണ്ടല്ലോ, അതിന് തന്നെ ക്ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോപ്പി വരും. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമ്പർ കൊടുക്കുക, അതിൻ്റെ ഗ്യാപ്പ് എത്ര വേണ്ട വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു സീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡല്ല. അതുപോലെ അതിൻ്റെ ഗ്യാപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. തൽക്കാലത്തേക്ക് നമുക്കൊരു 3 നമ്പറൊക്കെ കൊടുത്ത് വെക്കുക അല്ലേ. അതിന് സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യാം, ചെറുതാക്കാം വലുതാക്കാം. അതിനനുസരിച്ചിട്ട് ആ ഫോറസ്റ്റ് ബാക്ക് ആ ഒരു ഷേപ്പിൻ്റെ കൂടെ സെറ്റായി വന്നോളൂ. ഓക്കെ, അതേപോലെ നമുക്കൊരു സിലിണ്ടർ എടുത്ത് ഇപ്പോൾ വരച്ചിട്ട് കാണിച്ചു തരാം. ഇതേപോലെ തന്നെയാണ് എല്ലാ ഒബ്ജക്റ്റും ഇതേപോലെ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമില്ല. നമ്മൾ ചെയ്യേണ്ട മെത്തേഡുകൾ എന്തൊക്കെയാ, നമ്മളൊരു ഒബ്ജക്റ്റ് കൊടുക്കുക വെച്ചാൽ അതിന് എഡിറ്റബിൾ പോളിയൊക്കെ UVW മാപ്പ് അപ്ലൈ ചെയ്യുക, റിയൽ വേൾഡ് ഓൺ ആക്കിയിടുക. എന്നിട്ട് ഫോറസ്റ്റ് ബാക്കിൽ പോയിട്ട് ആ ഒരു ഹെഡ്ജസിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. സിമ്പിളായിട്ടുള്ള മെത്തേഡല്ലേ. ഓക്കെ, ഇപ്പം ഞാൻ ആ സിലിണ്ടർ കൊടുത്തിട്ട് അതിൻ്റെ എഡിറ്റബിൾ പോളി
ഓക്കെ, എഡിറ്റബിൾ പോളി കൊടുത്തിട്ട് UVW മാപ്പ് ആഡ് ചെയ്യാണ്. ബോക്സ് കൊടുക്കുന്നു, റിയൽ വേൾഡ് ഓൺ ആക്കി ഇടുന്നു. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. അതിനുശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് റെൻഡറബിൾ അൺടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കണം. അത് മുന്നേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നന്നായി. അതിനുശേഷം ഫോറസ്റ്റ് ബാക്കിൽ പോയിട്ട് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അത് ലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ആ സൈസ് ഒന്ന് കുറയ്ക്കണം അല്ലേ. നേരെ സെയിം ഓപ്ഷൻ തന്നെ ജോമെട്രിയിൽ പോകുന്നു, അതിൻ്റെ ഗ്ലോബൽ സ്കെയിലൊന്ന് കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് വെച്ചിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മെഷ് അതിൽ ഇറക്കി കഴിഞ്ഞാൽ ആ ഒരു മെഷിനും ഈ പറഞ്ഞ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നോളൂ, ആ ഒരു ഷേപ്പിൽ അത് വന്നോളൂ. അപ്പോൾ അത് സാമ്പിളിംഗ് ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിതിന് ഇവിടെ ഒരു സിലിണ്ടർ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോറസ്റ്റ് ബാക്ക് അൺടിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സിലിണ്ടറിന് മാത്രം എന്ത് ചെയ്യുക, ക്ലോൺ കൊടുത്താൽ മതി. ക്ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്ലോണിലും ആ വരുന്ന കോപ്പിയിലും ഈ ഒരു സംഭവം ഫോറസ്റ്റ് ബാക്ക് വന്നോളൂ. അപ്പം നമുക്ക് ഏത് ഷേപ്പാണോ നമ്മൾ വരച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ഷേപ്പിൽ ഈ സംഭവം വരും. അപ്പോൾ ഒരു പാത്തൊക്കെ വരച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ഇങ്ങനെ കുറച്ച് മറ്റേ ഈ ഹെഡ്ജസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സംഭവമാണ്. ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ലൈൻ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സ്മൂത്തൊക്കെ കൊടുത്തിട്ട് കാണിച്ചു തരാം. അതിന് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കിയതിന് ശേഷം അതിൻ്റെ സ്പ്ലൈൻ സെലക്ട് ചെയ്ത് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. തൽക്കാലത്തേക്ക് ഒരു 30 അല്ലെങ്കിൽ ഒരു 50 കൊടുക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് അതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് നമ്മുടെ ആ ഒരു ഇത് വരുന്നുണ്ട്. അതൊരു പാത്ത് വേ ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു പാത്ത് വേൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് പെബിൾസ് കൊണ്ടിടാം. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ടോപ്പ് വ്യൂവിൽ പോയിട്ട് ജസ്റ്റ് ഒരു പാത്ത് വേ അതിൻ്റെ ഫ്ലോറ് ഒന്ന് അപ്ലൈ ചെയ്തിടാം. നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രൂഡൊക്കെ നമുക്കൊരു -10 അല്ലെങ്കിൽ 1 or 2 അത്ര വെച്ചാൽ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ആ ലെഫ്റ്റിലും റൈറ്റിലും വരച്ചിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അതിന് എഡിറ്റബിൾ പോളിയൊക്കെയാണ് നമ്മൾ. ഓക്കെ, എന്നിട്ട് 2 സെലക്ട് ചെയ്ത് അതിനെന്ത് ചെയ്യുക, നമുക്കതിനെ UVW മാപ്പ് കൊടുക്കുക. സെയിം മെത്തേഡ് തന്നെ UVW മാപ്പ് റിയൽ വേൾഡ് ഓൺ ആക്കുന്നു. രണ്ടും സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് നമ്മളതിനെ ഹൈഡ് ചെയ്യുന്നു. റെൻഡറബിൾ അൺടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഫോറസ്റ്റ് ബാക്ക് സെലക്ട് ചെയ്യുന്നു. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മളതിൽ നിന്ന് സെലക്ട് ചെയ്യാണ്. ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ജസ്റ്റ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വാൻറ്റേജിൽ പോയി നോക്കാം എങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത്. അതിനുശേഷം രണ്ടാമത്തെ ഇനി എന്താ വെച്ചാൽ ആ ഫോറസ്റ്റ് ബാക്കിൻ്റെ സർഫേസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഒരു പ്ലസ് ഉണ്ട്. ആ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഒരു മോഡലുണ്ടല്ലോ, ആ ഒരു സ്പ്ലൈൻ രണ്ടാമത്തെ അതിൽ കൊണ്ടുപോയി സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിലോട്ടും അത് വന്നോളും ഓട്ടോമാറ്റിക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈസ് വേണമെങ്കിൽ കുറയ്ക്കാം. ജോമെട്രിയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഗ്ലോബൽ സ്കെയിൽ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ 50% അത്ര വെച്ചാൽ കൊടുക്കുക. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷനിൽ പോയിട്ട് അതിൻ്റെ ഒരു യൂണിറ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ആ ഒരു സെറ്റായില്ലേ. ഇനി നേരെ എന്ത് ചെയ്യുക, താഴെ ഒരു പാത്ത് വേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെബിൾസൊക്കെ വാരി വിതറാം. അതിന് എഡിറ്റബിൾ പോളി ആക്കേണ്ട കാര്യമൊന്നുമില്ല. എഡിറ്റബിൾ പോളിയുടെ ആവശ്യമില്ല. UVW മാപ്പ് അപ്ലൈ ചെയ്തിട്ട് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൊടുത്തു എന്നുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫോറസ്റ്റ് ബാക്കിൽ ലൈബ്രറിയിൽ പോയതിന് ശേഷം ഇപ്പോൾ നമുക്കത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിന് ഞാൻ റെൻഡറബിൾ അൺടിക്ക് ചെയ്തിട്ട് ആ ഒരു ഇത് കണ്ടാൽ വെച്ചിട്ട് ഫോറസ്റ്റ് ബാക്കിൻ്റെ ആ ഒരു പെബിൾസ് മാത്രം കണ്ടാന്ന് വെച്ചിട്ട് ആ ഒരു ഗ്രാവൽ സെലക്ട് ചെയ്യുക. ലാർജ് ഏരിയയുടെ ഗ്രാവൽ ലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഗ്രാവൽ വന്നിട്ടുണ്ട്.
ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാവലിനെ ഗ്ലോബൽ സ്കെയിലിൽ പോയിട്ട് ജോമെട്രിയുടെ ഗ്ലോബൽ സ്കെയിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 200% കൊടുക്കാം. അത് കുറച്ചും കൂടി വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ഭയങ്കര ചെറുതാണ്, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിലൊന്ന് കൂട്ടി കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ജോമെട്രിയിൽ പോയതിന് ശേഷം ഗ്ലോബൽ സ്കെയിൽ ഒന്ന് 200 കൊടുക്കാം നമുക്ക്. അപ്പോൾ ആ ഒരു പെബിൾസ് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഹെഡ്ജസ് വെക്കണമെങ്കിൽ കുറേ പേര് ബുഷസും ഇതൊക്കെ മോഡൽസൊക്കെ കൊണ്ടിറക്കി വെച്ച് കോപ്പി പേസ്റ്റ് അടിച്ച് വിടും. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനൊന്നും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ലോഡ് താങ്ങാണ്ടേ നമ്മുടെ സ്ക്രീൻ സിസ്റ്റം ഭയങ്കരമായിട്ട് ഹാങ് ആവും. അപ്പോൾ ഈ ഫോറസ്റ്റ് ബാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമില്ല. വലിയ സീനൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന സംഭവമുള്ളൂ. ഇത് കാണുന്നുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി മോഡൽസാണ് ഈ ഫോറസ്റ്റ് ബാക്കിൻ്റെ ഉള്ളിലുള്ളത്, അവരുടെ ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു മോഡൽസ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഈസി ആയിട്ട് വർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. പിന്നെ ഇതാകെ 5-10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. സോ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ കുറച്ച് സാമ്പിൾസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരു വലിയൊരു ടീ പോട്ട് വരച്ചിട്ടേ ആ ഒരു നമ്മൾ ഏത് ഷേപ്പാണ് വെക്കുന്നത്, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മോഡൽസൊക്കെ മെർജ് ചെയ്യണം കേട്ടോ, എന്നിട്ട് അതും ഇതേപോലെ കൊടുക്കാം. ചെയ്യേണ്ട മെത്തേഡ് അറിയാലോ. ഇപ്പോൾ ടീ പോട്ട് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റബിൾ പോളിയൊക്കെ UVW മാപ്പ് കൊടുക്കുക, റിയൽ വേൾഡ് മാപ്പ് ടിക്ക് ഓൺ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അതിനുശേഷം ഫോറസ്റ്റ് ബാക്ക് എടുക്കുന്നു, നമ്മൾ നമ്മുടെ ഒരു മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ടീ പോട്ട് അതിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് റെൻഡറബിൾ അൺടിക്ക് ചെയ്യുക, അത്ര തന്നെ. ഹെഡ്ജസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ സെലക്ട് ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു. അതിനുശേഷം അത് നേരെ ടീ പോട്ടിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്നു. ആ ഒരു UVW മാപ്പ് കൊടുത്തില്ലെങ്കിൽ അത് വരില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ UVW മാപ്പ് മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടീ പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ടീ പോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് പിൻട്രസ്റ്റിൽ കാണുന്ന ഒരുപാട് ഇമേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഗാർഡൻസ് ഒക്കെ, വലിയ ഗാർഡൻസ്, ബുഷസും അങ്ങനെ കൊടുത്തിട്ടുള്ള കുറേ ഗാർഡൻസ്, അതൊക്കെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നൊരു സംഭവമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സിലിണ്ടർ വരച്ചിട്ട് അതിനെ FFD കൊടുത്തതിന് ശേഷം അതിൻ്റെ കൺട്രോൾ പോയിൻ്റ് എടുത്ത് ചെറുതാക്കി ഒരു കോൺ പോലെ ആക്കിയിട്ട് അതിനെന്ത് ചെയ്യാണ്, നേരെ എഡിറ്റബിൾ പോളിയാക്കാണ്. UW കൊടുക്കുന്നു, സെയിം മെത്തേഡ് തന്നെ. ഫോറസ്റ്റ് നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് ഒന്ന് റെൻഡറബിൾ അൺടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഫോറസ്റ്റ് ബാക്ക് എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഏതാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക, ലോഡ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ഗ്ലോബൽ സ്കെയിലിൽ പോയിട്ട് അതിൻ്റെ ഒരു സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കാം, എന്താ വേണ്ടത് ചെയ്യാം. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷനിൽ പോയിട്ട് അതിൻ്റെ ഒരു വാല്യൂ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഗ്യാപ്പ് ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ മാത്രം ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ചാൽ മതി കേട്ടോ, കുറച്ച് തിക്കായിട്ട് വരാനായിട്ട്. പിന്നെ അതിനെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കോൺ നമുക്ക് വരച്ച് വെച്ചിട്ടുള്ളതിന് എന്താ ചെയ്യുക, ക്ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ ഒരു കോപ്പീസ് വരും. ആ കോപ്പീസിൽ ഓട്ടോമാറ്റിക് ആ ഒരു ഫോറസ്റ്റ് ബാക്ക് ആഡായി കിടക്കുന്നുണ്ടാവും. ഗ്യാപ്പൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് കാണാമല്ലോ, അറിയാമല്ലോ, നമുക്ക് ഒരു വലിയൊരു പാത്ത് വേ ഒക്കെ ഇങ്ങനെ കാണാം. രണ്ട് സൈഡിലും വലിയ ഷ്രബ്സും ഹെഡ്ജസൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലോണിൻ്റെ കോപ്പി നമ്മൾ വേറെ ഇപ്പുറത്തേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞു എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നേരെ സർഫേസിൽ പോയിട്ട് ഒരു പ്ലസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നേരെ ഈ ഒരു ക്ലോണിനെ കൊണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലോട്ടും ആ ഒരു ഫോറസ്റ്റ് ബാക്ക് വന്നോളൂ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ വരച്ചിട്ട് ആ ഒരു പാത്ത് വേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് പെബിൾസോ അല്ലെങ്കിൽ വല്ല ഗ്രാസോ എന്താ വെച്ചാൽ കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫോറസ്റ്റ് ബാക്ക് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും. ഇത് മാത്രമല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ സൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കാം ഗ്രാവലിലൊക്കെ. ഓക്കെ.
നമ്മൾ പിൻട്രസ്റ്റിലെ ഒരു ഇമേജസ് അത് കണ്ടല്ലോ, ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്പിയർ എടുത്ത് വരച്ചിട്ടേ അതിനെ ഹെമിസ്ഫിയർ ആക്കാണ്. 0.5 ഒക്കെ കൊടുത്തിട്ട് അതിനുശേഷം അതിനെ സ്കെയിൽ ബട്ടൺ എടുത്തിട്ട് എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാണ്. FFT കൊടുത്തതിന് ശേഷം കൺട്രോൾ പോയിൻ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാണ്. ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് സാമ്പിൾ കാണിക്കുന്നത് മാത്രമാണ്. ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തോ. നമുക്ക് ആ ഒരു മെയിനായിട്ട് ഫോറസ്റ്റ് ബാക്ക് കൊടുക്കേണ്ട ഒരു മെത്തേഡാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, അറിയാലോ. നമ്മൾ എഡിറ്റബിൾ പോളി കൊടുത്തിട്ട് UVW മാപ്പ് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഫോറസ്റ്റ് ബാക്ക് എടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു മോഡൽ ലോഡ് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്ലോബൽ സ്കെയിലിൽ പോയതിന് ശേഷം അതിൻ്റെ സൈസ് കുറയ്ക്കുക. എന്നിട്ട് ഡിസ്ട്രിബ്യൂഷനിൽ പോയിട്ട് അതിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുക്കുക, യൂണിറ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ ഇപ്പോൾ ഞാനിപ്പോൾ നേരെ ഡിസ്പ്ലേ എന്നൊരു ഹെഡിങ്ങിൽ പോയിട്ട് ആ ഒരു മോഡൽ പിരമിഡ് മാറ്റി തിൻ ബോക്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബോക്സ് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മോഡൽ ചെയ്ത സംഭവം അതിനെ റെൻഡറബിൾ അൺടിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഞാൻ വെക്കുന്നുണ്ട്. സൈസ് കൂട്ടുക, കുറയ്ക്കുക, മോഡൽസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തരുന്നു എന്ന് മാത്രം. മെത്തേഡ് സെയിം ആണ്, നമ്മൾ മുൻപ് ചെയ്തതും എല്ലാം സെയിം മെത്തേഡാണ്. മോഡൽ മാത്രം നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ മതി. ആ ഒരു ഫോറസ്റ്റ് ബാക്ക് സെലക്ട് ചെയ്തിട്ട് സർഫേസിൽ പോയിട്ട് ആ ഒരു പ്ലസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ മോഡലിലേക്ക് കോപ്പി ചെയ്തതിലേക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിലോട്ടും ഈ ഒരു ഫോറസ്റ്റ് ബാക്ക് വന്നോളും. നമ്മൾ ആ പിൻട്രസ്റ്റിൽ കണ്ടൊരു ഇമേജ് പോലെ നമുക്കത് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സംഭവം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഏത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്താലും ആ ഒരു ഷേപ്പിലോട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പുതിയ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.